ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എം ഫേവർ ലേണിംഗ് ആപ്പ്. ഞാൻ സിപ്പി നൂറുദ്ദീൻ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് മണ്ഡല പുനർനിർണയം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20ആണ്. സംസ്ഥാന നിയമസഭാ സീറ്റുകളുടെ എണ്ണം ആകെ 140ആണ്. അപ്പോൾ ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണത്തിലും ഈ പറയുന്ന മണ്ഡലങ്ങളുടെ ബൗണ്ടറി റീഡ്രോ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള, അതായത് രാജ്യത്ത് നിലവിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അഥവാ മണ്ഡല പുനർനിർണയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 മാറ്റാനായിട്ട് കേന്ദ്ര സർക്കാർ ആലോചിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നമ്മുടെ പാർലമെന്റിൽ ഇപ്പോൾ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. 131 ഭരണഘടനാ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച് നമ്മുടെ പാർലമെന്റിൽ ഒരു സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് ഈ ഒരു ക്ലാസ്സും കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഗ്രി പ്രിലിമിനറി, ഡിഗ്രിയുടെ തന്നെ മറ്റ് മെയിൻസ് എക്സാമിനും ഈവൻ 10th ലെവൽ എക്സാമിന് പോലും PSC ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നും റാങ്ക് മേക്കിംഗ് ചോദ്യം നിങ്ങളോട് ചോദിച്ചിരിക്കും. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തീർക്കാം. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇതിനായിട്ട് നമ്മൾ ആദ്യം ഡീലിമിറ്റേഷൻ കമ്മീഷൻ അഥവാ മണ്ഡല പുനർനിർണയ കമ്മീഷൻ എന്നും അതിർത്തി നിർണയ കമ്മീഷൻ എന്നുമൊക്കെ ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളിൽ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ അതിർത്തി പുനർനിർണയം നടത്തുന്നത് അല്ലെങ്കിൽ പരിധി നിശ്ചയിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി അഥവാ നിയമാനുസൃത സ്ഥാപനമാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമാനുസൃത സ്ഥാപനമാണ്. അപ്പോൾ ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ അവയുടെ അതിർത്തി, നമ്മുടെ ഒരു ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്. അതായത് വട്ടിയൂർക്കാവാണ് എൻ്റെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ആ വട്ടിയൂർക്കാവിൻ്റെ അതിർത്തി നിർണയിച്ചിരിക്കുന്നത് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭ എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. അപ്പോൾ അതിൻ്റെ അതിർത്തി നിർണയിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇനി നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ആവശ്യം എന്താണ്? 2 ആവശ്യങ്ങളാണ്. ഒന്ന്, ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്കുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ ഒരു തിട്ടപ്പെടുത്തൽ, ക്രമീകരണം ഉണ്ടാക്കൽ. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടല്ലോ, ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഇവയുടെയൊക്കെ അതിർത്തി റീഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ലിറ്ററലി മീൻസ് ദ ആക്ട് ഓർ പ്രോസസ് ഓഫ് ഫിക്സിംഗ് ലിമിറ്റ്സ് ഓർ ബൗണ്ടറീസ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ എ കൺട്രി. ഇനി നമുക്ക് നോക്കാം. ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ സംവരണ മണ്ഡലങ്ങൾ, SC ST കൾക്കായിട്ടുള്ള സംവരണ മണ്ഡലങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ലേ? ആ സംവരണ മണ്ഡലങ്ങൾ കണ്ടെത്തുന്നതും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ആ ഒരു സംവരണ മണ്ഡലങ്ങളെ കണ്ടെത്തുന്നതും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോ മനസ്സിലാക്കണം, നമ്മുടെ ലോക്സഭ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന നിയോജക മണ്ഡലങ്ങളുടെ എണ്ണവും അവയുടെ അതിർത്തി നിർണ്ണയിക്കുന്നതുമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ജോലി എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന ലെവലിൽ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാകും. അതിന് ചുക്കാൻ പിടിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അവർ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർഡുകളുടെ
അതിർത്തി പുനർനിർണയമാണ് ക്രമീകരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഈ പറയുന്ന ലോക്സഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ സീറ്റുകളിൽ എത്ര എണ്ണം SC/ST-ക്കാർക്കായി റിസർവ് ചെയ്യണം, ഏതൊക്കെ സീറ്റുകൾ എന്ന് തീരുമാനിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2023 വനിതാ റിസർവേഷൻ നിയമം അല്ലെ, അതായത് ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി എന്നീ ഇടങ്ങളിൽ, ഡൽഹി ഉൾപ്പെടെ എന്നിടങ്ങളിൽ വനിതകൾക്ക് 33% സീറ്റ് റിസർവേഷൻ ഉറപ്പാക്കിയിരിക്കുകയാണ്. അത് ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയായിരുന്നു. വനിതാ റിസർവേഷൻ ആക്ട് 2023 അറിയപ്പെടുന്ന ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2023 ആണ്. അതല്ലെങ്കിൽ 128ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് 2023 എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വനിതാ റിസർവേഷനുമായി ബന്ധപ്പെട്ട ക്ലാസും നോട്ടുമൊക്കെ ഞാൻ മുന്നേ നൽകിയിട്ടുണ്ട്, അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ വനിതകൾക്ക് വേണ്ടിയുള്ള റിസർവേഷൻ സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ആരായിരിക്കും, അതിന് പരിധി നിശ്ചയിക്കുന്നത് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡീലിമിറ്റേഷൻ പ്രക്രിയയുടെ ഫലമായി ലോക്സഭയിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച സീറ്റുകളുടെ എണ്ണത്തിലും ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണത്തിലും മാറ്റം വരാം. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 140 സീറ്റുകളാണുള്ളത്. അതിൽ ഇനി ഒരു ഡീലിമിറ്റേഷൻ ഉണ്ടാകുമ്പോഴേക്കും മാറ്റം ഉണ്ടാകും. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ജനസംഖ്യ ആനുപാതികമായിട്ടാണ്, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണവും മറ്റുമെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അതൊരു പോയിന്റ് ആണ്, നോക്കിക്കൊള്ളുക. അടുത്തൊരു പോയിന്റ് നോക്കിയേ. സമീപകാല സെൻസസ് അടിസ്ഥാനമാക്കിയാണ് അതിർത്തികളുടെ പുനർനിർണയം തയ്യാറാക്കുന്നത്. നമുക്കിപ്പോ സമീപകാല സെൻസസ് എന്ന് പറയാനായിട്ട് 2011 സെൻസസേ ഉള്ളൂ. അപ്പോൾ മുന്നേ സംഭവിച്ചിരിക്കുന്ന സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടത്തുന്നത്. ഓരോ സെൻസസിന് ശേഷവും ഭരണഘടനയിലെ ആർട്ടിക്കിൾ 82 പ്രകാരം പാർലമെന്റ് ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കും. നമുക്ക് 51, 61, 71, 81, 91, 2001, 2011 എന്നിങ്ങനെയാണ് സെൻസസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെൻസസ് കഴിയുമ്പോഴും നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പ്രകാരം പാർലമെന്റ് ഒരു നിയമം അങ്ങ് പാസ്സാക്കും. അതാണ് ഡീലിമിറ്റേഷൻ നിയമം. ഓക്കെ, ഡീലിമിറ്റേഷൻ നിയമം പ്രകാരം ഇന്ത്യയുടെ ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ സെൻസസ് കഴിഞ്ഞു, ഈ പറയുന്ന മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണവും എണ്ണത്തിലുമൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആദ്യപടിയായിട്ട് പാർലമെന്റ് ഒരു ഡീലിമിറ്റേഷൻ ആക്ട് പാസ്സാക്കും. തുടർന്ന് ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഫോം ചെയ്യുന്നു. എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് ഉണ്ടാവുന്നത്? 10 വർഷം. അതുപോലെ തന്നെ എത്ര വർഷം കൂടുമ്പോഴാണ് സാധാരണയായിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യേണ്ടത്? 10 ഇയേഴ്സ് ആണ് കോമൺലി. എന്നാൽ 1952, 62, 72, 2002 എന്നീ വർഷങ്ങളിലെ ഡീലിമിറ്റേഷൻ നിയമങ്ങൾ പ്രകാരം 52, 63, 73, 2002 എന്നീ വർഷങ്ങളിൽ മാത്രമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുള്ളത്. അപ്പൊ 1952 ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 1952 തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപവൽക്കരിച്ചു. എന്നാൽ 1962 പാസ്സാക്കപ്പെട്ട ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 63 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിരിക്കുന്നത്. 1972 പാസ്സാക്കപ്പെട്ട ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 73 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തിരിക്കുന്നത്. 2002 ഡീലിമിറ്റേഷൻ നിയമപ്രകാരം 2002 തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊരു നിയമാനുസൃത ബോഡിയാണ് അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഓരോ സെൻസസ് കഴിഞ്ഞും ആർട്ടിക്കിൾ 82 പ്രകാരമാണ് ഡീലിമിറ്റേഷൻ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ സെൻസസിന് ശേഷവും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 170 പ്രകാരം സംസ്ഥാനങ്ങളെ പ്രാദേശിക നിയോജക മണ്ഡലങ്ങളായി തരംതിരിക്കുന്നു. ഓക്കെ, സോ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സംസ്ഥാനത്ത് ഇപ്പൊ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ഓരോ സെൻസസ് കഴിഞ്ഞും എന്താണ് ചെയ്യേണ്ടത്? ഒരു സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ ആ സംസ്ഥാനത്തെ
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ അതിർത്തികളും മറ്റുമെല്ലാം തരംതിരിക്കുന്നു, അതിന്റെ പരിധി നിശ്ചയിക്കുന്നു. അതെല്ലാം ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 170 പ്രകാരമാണ്. ഒരു സെൻസസിന് ശേഷം ആർട്ടിക്കിൾ 170 പ്രകാരമാണ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനഃക്രമീകരണവും എണ്ണത്തിലുമെല്ലാം മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നത്. ഇനി ഈ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ ആരുടെ, അതാരാണ് എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെയർമാൻ ഉണ്ടാകും കേട്ടോ, ഒരു ചെയർമാൻ ഉണ്ടാകും. അദ്ദേഹം ആരാ? ഒന്നുകിൽ സെർവിങ്, നിലവിലെ അല്ലെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അല്ലെങ്കിൽ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ടല്ലോ, അവരിൽ ഒരാളും ഈ പറയുന്ന ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഘടനയിൽ വരുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, സംസ്ഥാനങ്ങളുടെ കൂടി താല്പര്യങ്ങൾ അവിടെ ഹനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും എല്ലാ സംസ്ഥാനങ്ങളുടെയും കമ്മീഷണർമാരെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ അംഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവർക്കെല്ലാം വോട്ടിംഗ് അവകാശമുള്ളതാണ്. ഭിന്ന അഭിപ്രായമുള്ളപ്പോൾ ഭൂരിപക്ഷമാണ് നോക്കുന്നത്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഘടന നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ കമ്മീഷനിൽ അസോസിയേറ്റ് അംഗങ്ങളായി ഒരു സംസ്ഥാനത്ത് നിന്നും 5 എംപിമാരും 5 MLA-മാരും ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് വോട്ടിംഗ് അവകാശം ഉണ്ടായിരിക്കില്ല. അസോസിയേറ്റ് അംഗങ്ങളെ ഡിലിമിറ്റേഷൻ കമ്മീഷനിലേക്ക് ശുപാർശ ചെയ്യുന്നത്, ഇപ്പോൾ എംപിമാരാണെങ്കിൽ ഈ പറയുന്ന ലോക്സഭ സ്പീക്കറാണ് എംപിമാരെ, അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ 20 എംപിമാരാണുള്ളത്. ആ 20 എംപിമാരിൽ 5 പേരെ നമ്മൾ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ലോക്സഭാ സ്പീക്കറാണ് അതിന് ശുപാർശ ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭാ സ്പീക്കറാണ് സംസ്ഥാന നിയമസഭയിൽ നിന്നും 5 MLA-മാരെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് അസോസിയേറ്റ് അംഗങ്ങളായിട്ട് ശുപാർശ ചെയ്യേണ്ടത്. എന്നാൽ ഇവർക്ക് വോട്ടവകാശമുണ്ടോ? വോട്ടവകാശമില്ല. ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ നിയമപരമായി ബാധ്യസ്ഥമാണ്, കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, മണ്ഡല പുനഃക്രമീകരണം നടത്തി കഴിഞ്ഞാൽ അതിനെ ഒരു കോടതിക്ക് പോലും, ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പോലും ചോദ്യം ചെയ്യാനാകില്ല. ലീഗലി ബൈൻഡിങ് ആണ്. നോ വൺ ക്യാൻ ആക്ട് അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സമർപ്പിക്കപ്പെടുകയും തുടർന്ന് ഉത്തരവുകളിൽ പാർലമെന്റിനോ സംസ്ഥാന നിയമസഭകൾക്കോ പോലും മാറ്റം വരുത്താനാകില്ല. ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ രാഷ്ട്രപതി വ്യക്തമാക്കുന്ന ഒരു തീയതിയിൽ പ്രാബല്യത്തിൽ വരും. ഓക്കെ, ഇനി നോക്കാം. ഇനിയാണ് നമ്മൾ ഇപ്പൊ കേരളത്തിന് ഇപ്പൊ 140 സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കേരളത്തിന് 20 ലോക്സഭാ സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ ഏത് കാലത്തെ സെൻസസ് അടിസ്ഥാനപ്പെടുത്തി, ഏത് ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് അറിയണ്ടേ? നോക്കാം. ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം അവസാനമായി ക്രമീകരിച്ചതിന് അടിസ്ഥാനമായ സെൻസസ് എന്ന് പറയുന്നത് 1971 സെൻസസ് ആണ്. ശ്രദ്ധിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. 1971 സെൻസസ് പ്രകാരമാണ് ഇന്നിപ്പോ സംസ്ഥാനങ്ങളിൽ ഇത്ര ലോക്സഭാ സീറ്റുകളുണ്ട്, ഇത്ര നിയമസഭാ സീറ്റുകളുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ലേ. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് അവസാനമായി ക്രമീകരിച്ചത് 1971 ജനസംഖ്യ കണക്കെടുപ്പുണ്ടല്ലോ, സർവേ, അത് പ്രകാരമാണ്, ആ സെൻസസ് പ്രകാരമാണ്. സ്വാഭാവികമായിട്ട് 1971 സെൻസസ് കഴിഞ്ഞു. നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരു ഡിലിമിറ്റേഷൻ ആവശ്യമാണ് എന്ന് തോന്നിയ ഘട്ടത്തിൽ 1972 ഡിലിമിറ്റേഷൻ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കപ്പെടുകയും 1973 ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അന്നത്തെ രാഷ്ട്രപതി രൂപവൽക്കരിക്കുകയും തുടർന്ന് 1973 രൂപവൽക്കരിച്ച ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവുകൾ അഥവാ അവർ എടുത്ത തീരുമാനങ്ങൾ ഉത്തരവുകളായി പ്രാബല്യത്തിൽ വന്നത്
1976 അപ്പൊ തത്വത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോ 140 സീറ്റുകളാണ് ആകെ എണ്ണമായിട്ട് സംസ്ഥാന നിയമസഭയിൽ പറയാനുള്ളത്. ലോക്സഭയിൽ കേരള സംസ്ഥാനത്ത് നിന്നും 20 സീറ്റുകളാണ് ഉള്ളത്. അപ്പോ ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണം അവസാനമായി ക്രമീകരിക്കാൻ കാരണമായ സെൻസസ് ഏതെന്ന് ചോദിച്ചാൽ 1971 സെൻസസ്. ഡീലിമിറ്റേഷൻ നിയമം ഏതെന്ന് ചോദിച്ചാൽ 1972 ഡീലിമിറ്റേഷൻ നിയമം. കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ 1973 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇവ പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1976. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത പോയിന്റുകളായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പൊ 1976 മുതലാണ് നമ്മുടെ കേരളത്തിൽ 140 സീറ്റുകൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും 20 സീറ്റുകൾ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് 20 സീറ്റുകളുമായിട്ട് എണ്ണം നിജപ്പെടുത്തിയത് 1976 മുതലാണ് കേട്ടോ. അതായത് 73 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്, ഉത്തരവുകൾ പ്രാബല്യത്തിൽ വന്നത് 1976. ഓക്കെ. അപ്പോ എങ്ങനെയൊക്കെ ചോദിച്ചാലും ഒന്നും കൂടി ഞാൻ പറയാം. ഈ പറയുന്ന നിലവിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ ഇത്ര എണ്ണമെന്നും സംസ്ഥാന നിയമസഭാ സീറ്റുകൾ ഇത്ര എണ്ണമെന്നും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സെൻസസ് 1971 സെൻസസ്. ഡീലിമിറ്റേഷൻ നിയമം 1972 ഡീലിമിറ്റേഷൻ നിയമം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1973 കമ്മീഷനാണ്. ഇവ പ്രാബല്യത്തിൽ വന്നത് 1976. നോക്കാം. തുടർന്ന് നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഉണ്ട്. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 1976. പല വിവാദപരമായിട്ടുള്ള പരാമർശങ്ങളും പ്രൊവിഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ പൊളിച്ചെഴുതാൻ ശ്രമിച്ച ഒരു ആക്ട് കൂടിയായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ 1976 അവസാനമായിട്ട് ഈ എണ്ണം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ മണ്ഡല പുനഃക്രമീകരണം അഥവാ മണ്ഡലങ്ങളുടെ അതിർത്തി അന്നും പുനർനിർണയിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. മണ്ഡലങ്ങളുടെ ലോക്സഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും അതിർത്തി 1976 പുനർക്രമീകരിച്ചിരുന്നു. തുടർന്ന് അടുത്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ പോയിന്റ് കൂടെ നിങ്ങൾ കൂട്ടിക്കോ. വർഷം 2000 വരെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയവും എണ്ണത്തിലുണ്ടാവുന്ന മാറ്റവും മരവിപ്പിച്ചു. അതിന് കാരണമായ നിയമമാണ് 1976 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, 1976 ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ചേഞ്ച് വരുത്തി. ഇന്ന് ഈ നിലവിൽ കാണുന്ന കേരളത്തിന്റെ മറ്റ് തമിഴ്നാട് ഏത് സംസ്ഥാനം എടുത്താലും അന്ന് 1976 പ്രാബല്യത്തിൽ വന്ന സീറ്റുകളുടെ എണ്ണം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അതിർത്തി പിന്നീട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? 1976 എണ്ണം ചേഞ്ച് ചെയ്തു, അതിർത്തികളിൽ റീഡ്രോ സംഭവിച്ചു. തുടർന്ന് 42ാമത് ഭരണഘടനാ ഭേദഗതി 1976 വന്നപ്പോൾ അവിടെ പറഞ്ഞത് വർഷം 2000 ആകുന്നത് വരെ ഇനി യാതൊരുവിധ മണ്ഡല പുനർനിർണയവും അതിർത്തി നിർണയവും ഇല്ല. ദാറ്റ് മീൻസ് നോ ഡീലിമിറ്റേഷൻ അൺടിൽ ദ ഇയർ 2000. അതുകൊണ്ടാണ് 1981 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ ആക്ട് പാസ്സാക്കിയോ? ഇല്ല. 1991 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ ആക്ട് പാസ്സാക്കിയോ? ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ് 2001 സെൻസസ് വന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭേദഗതി വരുത്തി, 42ാമത് ഭരണഘടനാ ഭേദഗതി എഴുതി വച്ചിരിക്കുകയാണ് വർഷം 2000 വരെ ഒരു ഡീലിമിറ്റേഷനും ഇല്ല. അങ്ങനെ ഇരിക്കെ 2001 സെൻസസ് വന്നു. 2001 സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ലോക്സഭ
സീറ്റുകൾ 20 എന്ന് ഞാൻ പറഞ്ഞില്ലേ? എണ്ണത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ലോക്സഭ സീറ്റുകളുടെ അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെട്ടു. പണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ്, ഇപ്പോൾ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം എന്നിങ്ങനെയാണ് സംസ്ഥാന നിയമസഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് അറിയപ്പെടുന്നത്. പണ്ട് ഇത് നോർത്ത്, തിരുവനന്തപുരം നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് എന്നിങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2001 സെൻസസ് പ്രകാരമാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളിലെ ലോക്സഭ സീറ്റുകളുടെ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ അതിർത്തി റീഡ്രോ ചെയ്യുന്നതും സംസ്ഥാന നിയമസഭ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ അതിർത്തിയെല്ലാം റീഡ്രോ ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള സെൻസസ് 2001 സെൻസസ് ആണ്. അപ്പോൾ 2001 സെൻസസ് പ്രകാരം ഒരിക്കലും ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ തൊട്ടിട്ടില്ല. എണ്ണം എന്ന് പറയുന്നത് 1976 പ്രാബല്യത്തിൽ വന്ന അതേ എണ്ണം തന്നെയാണ് ഇപ്പോൾ ഈ സെക്കൻഡ് വരെയും കേരളത്തിലുള്ളത്, 140. എന്നാൽ വർഷം 2000 വരെ ഈ പറയുന്ന എണ്ണത്തിലും ഈ പറയുന്ന സീറ്റുകളുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ അതിർത്തിയിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ 2001 സെൻസസ് വന്നപ്പോഴേക്കും അതിർത്തിയിൽ മാറ്റം വരുത്തി. 2001 സെൻസസ് പ്രകാരം അതിർത്തിയിൽ മാറ്റം വരുത്തി. ആ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് അതിർത്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറി റീഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് 2002 ഡീലിമിറ്റേഷൻ നിയമം പാസാക്കി. ആ ഡീലിമിറ്റേഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2002 തന്നെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപവൽക്കരിച്ചു. തുടർന്ന് 2002 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനങ്ങൾ അഥവാ ഉത്തരവുകൾ പ്രാബല്യത്തിൽ വന്നത് 2008 ആണ്. നിങ്ങൾ നോക്കിയേ, 2008 ശേഷമാണ് 2011 ഞാനിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഞാനിപ്പോൾ. ഓക്കെ, അപ്പോൾ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അതുവരേക്കും തിരുവനന്തപുരം നോർത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് വട്ടിയൂർക്കാവ് എന്നറിയപ്പെട്ടു. വട്ടിയൂർക്കാവ്. അതിനുശേഷമാണ് നിങ്ങൾക്ക് പലരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങളുടെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിയോജക മണ്ഡലങ്ങളുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറഞ്ഞു വന്നു അല്ലേ, 2011 മുതൽ. അപ്പൊ ശ്രദ്ധിക്കണം, 2008 ആയപ്പോഴേക്കും ഈ മണ്ഡലങ്ങളുടെ അതിർത്തികൾ ചേഞ്ച് ചെയ്തു. മണ്ഡലങ്ങളുടെ പേരിലും മാറ്റം വന്നു. നോർത്ത് എന്നുള്ളതും സൗത്ത് എന്നുള്ളതൊക്കെ മാറി വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നിങ്ങനെയൊക്കെ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, അവസാനമായി സീറ്റുകളുടെ എണ്ണം തിട്ടപ്പെടുത്തിയ സെൻസസ് 1971 സെൻസസ്. 72 ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം, 73 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉത്തരവ് പ്രകാരം 76 സീറ്റുകളുടെ എണ്ണം അവസാനമായിട്ട് ക്രമീകരിച്ചു. എന്നാൽ 2001 സെൻസസ് പ്രകാരം 2002 ഡീലിമിറ്റേഷൻ ആക്ട് പാസാക്കി. അതേ വർഷം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരികയും ആ കമ്മീഷന്റെ ഉത്തരവുകൾ 2008 പ്രാബല്യത്തിൽ വന്നതോടുകൂടി നമ്മൾ ഇന്ന് ഈ കാണുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ആയിക്കോട്ടെ, എണ്ണം മാറിയിട്ടില്ല, പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ഒക്കെ അതിർത്തികൾ മാറ്റി വരയ്ക്കപ്പെട്ടു. ഇന്നിപ്പോൾ നിലവിൽ കാണുന്ന അതിർത്തികൾ 2008 പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ് 2008 പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ? അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സംഗതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം UPSC ചോദിച്ചു. 2001 84ാമത് ഭരണഘടനാ ഭേദഗതി നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് നിയോജക മണ്ഡലങ്ങളുടെ അഥവാ ലോക്സഭ സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. അവയുടെ അതിർത്തി പുനർനിർണയവും എണ്ണത്തിലുണ്ടാകുന്ന മാറ്റവും അടുത്തൊരു 25 വർഷത്തേക്ക് കൂടി മരവിപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, 2001 സെൻസസ് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2001 സെൻസസ് പ്രകാരം 2002 ഒരു ഡീലിമിറ്റേഷൻ ആക്ട് പാസാക്കി. 2002 തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരികയും അവരുടെ ഉത്തരവിന്മേലാണ് 2008 പുത്തൻ ഡീലിമിറ്റേഷൻ പ്രാബല്യത്തിൽ വന്നത്. അവിടെ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം മാത്രമേ നടന്നിട്ടുള്ളൂ, എണ്ണത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ
തീരുമാനമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ എന്നാൽ ഇത് എന്തുകൊണ്ട് നമ്മുടെ 2011 സെൻസസിന് ശേഷം മറ്റൊരു ഡീലിമിറ്റേഷൻ ഉണ്ടായിട്ടില്ല? മറ്റൊരു ഡീലിമിറ്റേഷൻ ഉണ്ടാക്കാതിരിക്കാനുള്ള കാരണക്കാരൻ 2001 84ാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ്. 2001 84ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്താ പറഞ്ഞതെന്നറിയാവോ? 2001 സെൻസസ് പ്രകാരം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ 2026 വരെ അടുത്തൊരു ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ആവശ്യമില്ല. 2026 വരെ ഒരു റീ അഡ്ജസ്റ്റ്മെന്റും മണ്ഡലങ്ങളുടെ എണ്ണത്തിലോ അവയുടെ അതിർത്തിയിലോ ഒരു റീ അഡ്ജസ്റ്റ്മെന്റും വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി നിയമം ഏതെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? അപ്പോ 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമമാണ് വർഷം 2000 വരെ ഇത്തരത്തിലുള്ള റീ അഡ്ജസ്റ്റ്മെന്റും നമ്പർ ഓഫ് സീറ്റുകളുടെ എണ്ണവും മരവിപ്പിച്ച് വച്ചതെങ്കിൽ 2001 84ാമത് ഭരണഘടനാ ഭേദഗതി വീണ്ടും ഒരു 26 വർഷത്തേക്ക് ഇത്, അതായത് 2026 വരെ, 25 വർഷത്തേക്കാണ് കേട്ടോ, 2001 പ്ലസ് 25, അടുത്തൊരു 25 വർഷം, അതായത് 2026 വരെ യാതൊരുവിധ റീ അഡ്ജസ്റ്റ്മെന്റോ നമ്പർ ഓഫ് സീറ്റ്സിലോ മാറ്റം വരുത്തണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ 2001 സെൻസസ് പ്രകാരം 2002 ഡീലിമിറ്റേഷൻ ആക്ട് പാസ്സാക്കുന്നതിന് അതൊരു തടസ്സമായിരുന്നില്ല. തടസ്സം എന്തിനായിരുന്നു? 2011 സെൻസസ് പ്രകാരം 2011 ഒരു ഡീലിമിറ്റേഷൻ നിയമം പാസ്സാക്കാനും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരാനും അതിർത്തിയിൽ മാറ്റം വരുത്താനും എണ്ണത്തിൽ ചേഞ്ച് വരുത്താനും ഒക്കെയായിരുന്നു ഈ പറയുന്ന തടസ്സം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയത്തിനായി പാർലമെന്റ് ഏറ്റവും ഒടുവിലായി പാസാക്കിയ ഡീലിമിറ്റേഷൻ നിയമം 2002, അതിനുവേണ്ടി കൊണ്ടുവന്ന കമ്മീഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ 2002. ഇനി 2001 സെൻസസ് പ്രകാരം ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടപ്പിലാക്കണമെന്നതിന് അടിസ്ഥാനമായ ഭരണഘടനാ ഭേദഗതി നിയമം 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? 2001 84ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്താ പറഞ്ഞേ? അടുത്തൊരു 25 വർഷത്തേക്ക് 2026 വരെ യാതൊരുവിധ റീ അഡ്ജസ്റ്റ്മെന്റും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ 2001 സെൻസസ് പ്രകാരം ഒരു ഡീലിമിറ്റേഷന് യെസ് മൂളാൻ കാരണമായ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ് 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. നമുക്കറിയാം 2001 കഴിഞ്ഞാലോ 2002 വരുന്നത്. 2001 സെൻസസ് വന്നപ്പോൾ തന്നെ, സെൻസസ് റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ 2001 ഭരണഘടനാ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മുന്നേ 2000 വരെ യാതൊരുവിധ റീ അഡ്ജസ്റ്റ്മെന്റും വേണ്ടെന്ന് പറഞ്ഞത് 2026 വരെ ആക്കി. തുടർന്ന് അടുത്തൊരു ഡീലിമിറ്റേഷൻ നടക്കണമെങ്കിൽ, ഇപ്പൊ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ടാണ് 2001 ഇത്തരം ഒരു തീരുമാനമെടുത്തത്, 2026 വരെ യാതൊരുവിധ ഡീലിമിറ്റേഷനും വേണ്ട എന്നുള്ളത്. ഇനി അതിനെ മറികടക്കണമെങ്കിൽ മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് കൊണ്ടുവരണം, ഭരണഘടനയിൽ മറ്റൊരു ഭേദഗതി കൊണ്ടുവരണം. അപ്പൊ അവിടെ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തണ്ട, പകരം മണ്ഡലങ്ങളുടെ, ദാറ്റ് മീൻസ് അതിർത്തി റീഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി നിയമം കൊണ്ടുവരണം. അതാണ് 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. അപ്പോ 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ് നമുക്ക് ഈ പറയുന്ന മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് കേട്ടോ. മീൻസ് ഭരണഘടനാ ഭേദഗതി നിയമം. അത് എന്തിനുകൊണ്ടൊന്നും ഇവിടെ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം? കാരണം 2001 84ാമത് ഭരണഘടനാ ഭേദഗതി നിയമം 2001 തന്നെ തീരുമാനമെടുത്തു. ഇനി ഒരു 25 വർഷത്തേക്ക് 2026 വരെ മണ്ഡലങ്ങളുടെ അതിർത്തി റീഡ്രോ ചെയ്യേണ്ട, എണ്ണത്തിലും മാറ്റം വരുത്തണ്ട. അങ്ങനെ ഇരിക്കുമ്പോൾ ഡീലിമിറ്റേഷൻ വേണമെന്ന് വാജ്പേയി സർക്കാർ ഉറപ്പിച്ചു. അപ്പോൾ തന്നെ ഇനിയൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ച് വരുത്തിയാലേ പറ്റത്തുള്ളൂ. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടു 82nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2001. ദാ 84th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2001
തീരുമാനമെടുത്തു അടുത്തൊരു 25 വർഷത്തേക്ക്, അതായത് 2026 വരെ യാതൊരുവിധ റീ അഡ്ജസ്റ്റ്മെന്റും വേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു. തുടർന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വീണ്ടും പറയുകയാണ്, സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡീലിമിറ്റേഷൻ വേണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പക്ഷെ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തേണ്ട, ലോക്സഭ, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലെ സീറ്റുകളുടെ അതിർത്തികളിൽ ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നിയപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തണം. ഇതിനായിട്ട് 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമം കൊണ്ടുവന്നു. ഓക്കെ, ശരി. മാത്രമല്ല നമ്മുടെ 84ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാൻ 2001 അല്ല 1991 സെൻസസ് വിവരങ്ങൾ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. 91 പകരം ഏറ്റവും ലേറ്റസ്റ്റ് 2001 ആയിരുന്നു. 2001 സെൻസസ് പ്രകാരം ഡിലിമിറ്റേഷൻ നടത്താമെന്നതും കൂടി മാറ്റി എഴുതിയത് ഈ പറയുന്ന 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ്. ഒന്നാം ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എൻ ചന്ദ്രശേഖര അയ്യർ, രണ്ടാമത്തെ മൂന്നാമത്തെ നമുക്ക് ആവശ്യമില്ല, നാലാമത്തെ ഏറ്റവും ലാസ്റ്റ് 2002 ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കുൽദീപ് സിംഗ് ആണ് കേട്ടോ. ഒരു ചെയർമാൻ എന്ന് പറയുന്നത് റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിംഗ് സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ ഡിലിമിറ്റേഷൻ നടത്തുന്നത് സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷനാണ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കേട്ടോ. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലും കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലും 2005 ഭേദഗതി വരുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചെയർമാനും സർക്കാർ തലത്തിലെ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത 4 ഉദ്യോഗസ്ഥരും അടങ്ങുന്ന കമ്മീഷനാണ് സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ എന്നുള്ളത് നോക്കിക്കൊള്ളുക. അതുപോലെ തന്നെ സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ മീറ്റിങ്ങുകളുടെ ക്വാറം എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ കുറഞ്ഞത് 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലവിലെ ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപവൽക്കരിച്ച ദിവസം PSC ദിവസം അല്ല മാസമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് ഞാൻ അതേപടി എടുത്തിട്ടുണ്ട്, ജൂൺ 2024. ചെയർമാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ തന്നെയാണ്. ഡിലിമിറ്റേഷൻ കമ്മീഷന് എപ്പോഴും ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അതായത് എന്തെങ്കിലും ഒരു അന്വേഷണം വരികയാണെങ്കിൽ ആളെ നേരിട്ട് വിളിച്ചു വരുത്തുവാനോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്യാനും ഇവരുടെ തീരുമാനങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ വാറണ്ടുകൾ പുറപ്പെടുവിക്കാനും ഒക്കെ അധികാരമുള്ള ഒരു സിവിൽ കോടതിയുടെ അധികാരം ഡിലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാർലമെന്റിൽ ചർച്ചയായിരിക്കുന്ന പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് അല്ല കേട്ടോ, ബില്ല് പാസ്സാക്കിയാലാണ് അത് ആക്ട് ആയിട്ട് വരുന്നത്. പാർലമെന്റിൽ ബില്ല് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ് അതൊരു ആക്ട് ആകുന്നത്. അപ്പോ 131ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ 2026 എന്ന് പറയുന്നത് 2029 പൊതു തെരഞ്ഞെടുപ്പുണ്ട്, ലോക്സഭ തെരഞ്ഞെടുപ്പുണ്ട്. ആ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ ഒരു മണ്ഡല പുനഃക്രമീകരണം എന്ന് പറയുന്നത് മണ്ഡലങ്ങളുടെ അഥവാ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ അതിർത്തികൾ റീഡ്രോ ചെയ്യുക എന്ന് മാത്രമല്ല മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്നതുകൂടി വരുന്നുണ്ട്. കാരണം 2026 വരെയാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. 2001 84ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം 2026 വരെയാണ് ഈ പറയുന്ന എണ്ണത്തിലുണ്ടാവുന്ന മാറ്റത്തെയും അതുപോലെ തന്നെ മണ്ഡല പുനഃക്രമീകരണത്തെയും ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിച്ചു 2002 87ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എണ്ണത്തിൽ തൊടണ്ട, പകരം അതിർത്തി ഒന്ന് റീഡ്രോ ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്തു. എന്നിട്ട് 2011 സെൻസസ് പ്രകാരം നമ്മൾ ഒരു ഡിലിമിറ്റേഷൻ നടത്തിയിട്ടില്ലല്ലോ. 2021 പിന്നെ അങ്ങോട്ട് സെൻസസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് 2011 സെൻസസ് പ്രകാരം ഒരു ഡിലിമിറ്റേഷൻ നടത്തി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 880 കൊണ്ടുവരികയും സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ ലോക്സഭാ സീറ്റുകളുടെയും ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റുകളുടെയും എണ്ണത്തിൽ മാറ്റം വരുത്തുവാനുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പാർലമെന്റിൽ പുതിയ ബില്ലുമായിട്ട് വന്നിട്ടുള്ളത്. 131ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് 2026. ഇത് പ്രകാരം ലോക്സഭാ സീറ്റുകൾ 543 നിന്ന് 880 കൂടും. നിലവിലെ നിയമം അനുസരിച്ച് 2026 ശേഷമുള്ള ആദ്യ സെൻസസ് 2031 കൂടിയാണ് ഡിലിമിറ്റേഷൻ നടത്തേണ്ടത്. എന്നാൽ 2029 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി വനിതാ സംവരണം നടപ്പിലാക്കണമല്ലോ.
അതിനുവേണ്ടി 2011 സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഡീലിമിറ്റേഷൻ നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. ഇതിനാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഇന്ത്യ അലയൻസിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ കാര്യമായ പ്രതിഷേധം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം അഥവാ നാരി ശക്തി വന്ദൻ അധിനിയമം അല്ലെങ്കിൽ വിമൻ റിസർവേഷൻ ആക്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇത് എത്രാമത്തെ അമെൻമെന്റ് ബില്ലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 128ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് 2023. ഈ ബില്ല് നമ്മുടെ 2023 സെപ്റ്റംബർ മാസത്തിൽ കേട്ടോ. 2023 സെപ്റ്റംബർ മാസത്തില് ഡേറ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ 2023 സെപ്റ്റംബർ മാസത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇത് പാസാക്കി. മനസ്സിലായോ? 2023 സെപ്റ്റംബർ 20 ലോക്സഭയും സെപ്റ്റംബർ 21 തോന്നുന്നു, നിങ്ങൾ അത് ചെക്ക് ചെയ്തോ. സെപ്റ്റംബർ 20 ലോക്സഭയും സെപ്റ്റംബർ 21 രാജ്യസഭയും ഈ വിമൻ റിസർവേഷൻ ബില്ല് 128ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് 2023 പാസ്സാക്കുകയും, എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെച്ച തീയതി PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 28 പ്രസിഡന്റ് അത് ഒപ്പുവെച്ചു. പ്രസിഡന്റ് ഒപ്പുവെച്ചതോടുകൂടി അതൊരു ആക്ടായി. 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്നായി, അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം വിമൻ റിസർവേഷൻ ആക്ട് എന്നുള്ള പേരിലേക്ക് വന്നു. എന്നാൽ ഇത് പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഡീലിമിറ്റേഷൻ കൊണ്ടുവരണം. എന്തിനാ? കാരണം സംവരണ മണ്ഡലങ്ങൾ ഈ ഒരു ആക്ട് പ്രകാരം, ഞാൻ ഈ പറഞ്ഞ വിമൻ റിസർവേഷൻ ബില്ല് ആക്ട് പ്രകാരം ലോക്സഭ, സംസ്ഥാന നിയമസഭ, അതുപോലെ തന്നെ ഡൽഹി, ഈ 3 വിഭാഗങ്ങളിലും സ്ത്രീകൾക്ക് 33% സീറ്റ് റിസർവേഷൻ നൽകുക. അപ്പൊ സംവരണ മണ്ഡലങ്ങളുടെ അതിർത്തിയും അല്ലെങ്കിൽ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതുമെല്ലാം ആരാ? ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അതിനൊരു ഡീലിമിറ്റേഷൻ നിയമം പാർലമെന്റ് പാസ്സാക്കണ്ടേ? ആ നിയമപ്രകാരം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രാഷ്ട്രപതി രൂപവൽക്കരിക്കണ്ടേ? അത് മാത്രമല്ല 2026 ശേഷം മണ്ഡല പുനഃക്രമീകരണം നടത്താൻ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 880 ഉയർത്തണമെങ്കിൽ മറ്റുമെല്ലാം സ്വാഭാവികമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 131ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ 2023 ഇപ്പോൾ പാർലമെന്റിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇതിൽ വലിയ രീതിയിലുള്ള ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് പരീക്ഷകൾക്ക് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ഇത് പ്രകാരം കേരളത്തിന്റെ സീറ്റുകൾ 140 നിന്നും 250 210 വർദ്ധിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ജനസംഖ്യ ആനുപാതികമായി സീറ്റുകൾ നിശ്ചയിക്കുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ കേരളം പോലുള്ള ദക്ഷിണ സംസ്ഥാനങ്ങൾ വലിയ ഒരു സങ്കടത്തിലാണ്. കാരണം ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ എന്ന് പറയുന്നത് കുമ്പളകൾ പോലെ ഇങ്ങനെ എന്താ പറയാ, നല്ല രീതിയിൽ ഒരു ജനസംഖ്യ, ഒരു പോപ്പുലേഷൻ കൺട്രോളും സദേൺ സ്റ്റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ കൺട്രോള് വളരെ എഫക്റ്റീവ് അല്ലായിരുന്നു. അപ്പൊ അവർക്ക് ജനസംഖ്യ കൂടുതല. സ്വാഭാവികമായിട്ടും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എടുക്കുമ്പോഴേക്കും കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ അവരുടെ സീറ്റുകളുടെ എണ്ണം നോർത്ത് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും, തുച്ഛമായിരിക്കും. ഓക്കെ, ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 100-ൽ കൂടുതൽ പോകുമെന്നൊക്കെയാണ് പറയുന്നത്, മധ്യപ്രദേശിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വരും എന്ന ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലൊക്കെ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.